കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിന്റെ പുലർകാലം കൂടെ കാണുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഈ അസുലഭ നിമിഷത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതം, ദൈവം തന്റെ ജനത്തിന് വിശ്രമത്തിനും ആരാധനയ്ക്കുമായി തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം. വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ദൈവമക്കൾക്കുള്ള വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ ദിവസത്തെ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ അവർക്ക് ഊർജം പകർന്നത് ഓരോ പ്രഭാതത്തിലും ദൈവം കൊടുത്ത മനയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന എല്ലാ ഊർജവും പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത മനയുടെ ചിന്താവിഷയം ഉദാത്തമായ മാതൃക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? ഉദാത്തമായ മാതൃക. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, അതിന്റെ 13-14 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കേണ്ടതിന് ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ യേശുവിനെ വിലക്കി, അങ്ങയാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ അങ്ങ് എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഉപദേശമാണ് സ്നാനം. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ പരസ്യ പ്രഖ്യാപനമായി വെള്ളത്തിൽ മുങ്ങി സ്നാനം ഏൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടക്കം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ തിരുവചനത്തിന് വിരുദ്ധമായ ധാരാളം സ്നാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അപ്രകാരം തിരുവചനത്തിന് വിരുദ്ധമായ ധാരാളം സ്നാനങ്ങൾ ഉള്ളപ്പോൾ തിരുവചനത്തിന് അനുസൃതമായ സ്നാനം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവില് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സ്നാനത്തിന്റെ ഉദാത്തമായ മാതൃക നമുക്ക് യേശുവിൽ കാണുവാനായിട്ട് സാധിക്കും. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ 3 സുപ്രധാനമായ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട്, സ്നാനപ്പെടുന്ന ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വേണം സ്നാനപ്പെടാൻ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനപ്പെടുന്ന ഒരുവൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇനി രണ്ടാമതായിട്ട്, സ്നാനപ്പെടുന്ന ഒരുവൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് വേണം സ്നാനപ്പെടാൻ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിന് 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ പറയുന്നു, നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ഒന്ന്, നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം. 2, നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ഇനി മൂന്നാമതായിട്ട്, സ്നാനപ്പെടുന്ന ഒരുവൻ വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളെ പഠിച്ചു വേണം സ്നാനപ്പെടാൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശു എന്താ പറഞ്ഞത്? ഗോ, ടീച്ച്, പ്രീച്ച് ആൻഡ് ബാപ്റ്റൈസ്. നിങ്ങൾ പുറപ്പെടണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, സ്നാനപ്പെടുത്തണം. അപ്പൊ സ്നാനപ്പെടുന്ന ഒരുവൻ തിരുവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെ പഠിച്ചു വേണം സ്നാനപ്പെടാൻ. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ സ്നാനങ്ങൾ നോക്കിയാൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നവരുണ്ട്,
അവർക്ക് യേശുവിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, അവർക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല, അവർക്ക് തിരുവചനം പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് തിരുവചനത്തിന് വിരുദ്ധമായ സ്നാനമാണ്. എന്നാൽ സ്നാനത്തിന്റെ ഉദാത്തമായ മാതൃക കർത്താവായ യേശു ക്രിസ്തുവിൽ ദർശിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കർത്താവായ യേശു ക്രിസ്തുവാണ്. എങ്ങനെ സ്നാനപ്പെടണമെന്ന് അറിയില്ലെങ്കിൽ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ചോദിക്കട്ടെ, നാം ശരിയായ സ്നാനം ഏറ്റവരാണോ, അതോ ലോകം പഠിപ്പിക്കുന്ന തരത്തിലുള്ള സ്നാനങ്ങൾ ഏറ്റിട്ടിരിക്കുന്നവരാണോ? പ്രിയമുള്ളവരെ, ശരിയായ സ്നാനമല്ല നാം ഏറ്റിരിക്കുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം. ശരിയായ സ്നാനം, വേദപുസ്തകത്തിന് അനുസൃതമായ, യേശുക്രിസ്തുവിന് ഉദാത്തമായ മാതൃകയ്ക്ക് അനുസൃതമായ ശരിയായ സ്നാനം ഏൽക്കുവാൻ തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ എന്തു തന്നെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുറ്റപ്പേട്ട സഭയിലെ സുജ ക്രിസ്റ്റഫർ സഹോദരിയുടെ ജന്മദിനം കൂടെയാണ്. നമുക്ക് പ്രിയ മകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഉദാത്തമായ മാതൃക അത് കർത്താവായ യേശു ക്രിസ്തുവിലാണല്ലോ കാണുന്നത്. സ്നാനത്തിന്റെ ഉദാത്തമായ മാതൃക യേശുവിൽ അടിയങ്ങൾ ദർശിക്കുമ്പോൾ കർത്താവെ, ലോകത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളിൽ നിന്നും വിട്ട ദൈവവചനത്തിന് അനുസൃതമായ ഉപദേശത്തിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ മാതൃക പ്രകാരം, തിരുവചനത്തിന്റെ ഉപദേശപ്രകാരം ശരിയായ സ്നാനമേൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ അടിയങ്ങൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കുന്നുവെങ്കിൽ അടിയങ്ങൾ നിത്യരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ലല്ലോ. വചനത്തിന്റെ ശരിയായ ഉപദേശത്തെ മുറുകെ പിടിപ്പാൻ അടിയങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ ഇന്നായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവെ, രോഗത്താലും ഭാരത്താലും മറ്റ് ജീവിത വൈഷമ്യങ്ങളാലും മാനസിക സംഘർഷങ്ങളാലും ഒക്കെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. സ്വർഗീയ അനുഗ്രഹത്താൽ പ്രിയമക്കളെ നിറയ്ക്കണമേ. ഇന്ന് ജന്മദിനമുള്ള പ്രിയ സുജ ക്രിസ്റ്റഫറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളെ അനുഗ്രഹിക്കണമേ. പുതിയ മാസം പ്രിയ മകൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ സ്വർഗീയ നന്മകളും കർത്താവ് ധാരാളമായിട്ട് നൽകി മാനിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ദിവസത്തിന്റെ തുറന്നുള്ള മണിക്കൂറുകളിൽ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകണമേ. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.